നമ്മൾ വീണ്ടും ഡൽഹിയിലേക്ക് പോവുകയാണ്. അവിടെ മെഹ്റോളിയിൽ കെട്ടിടം തകർന്ന് വീണുണ്ടായ ദുരന്തത്തിൽ 3 പേർ മരിച്ചു. കൂടുതൽ പേർ കുടുങ്ങിക്കിടക്കുന്നുവെന്ന സംശയം ഇപ്പോഴുമുണ്ട്. അതുകൊണ്ട് അതിനെ തുടർന്ന് രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. ഇന്നലെ രാത്രിയാണ് 5 നില കെട്ടിടം തകർന്നു വീണത്. മെഡിക്കൽ വിദ്യാർത്ഥികളാണ് മരിച്ചത്. അത്രയും ചികിത്സയിലുള്ള 8 പേരും മെഡിക്കൽ വിദ്യാർത്ഥികളാണ്. സ്പോട്ടിൽ നിന്ന് ഡി ധനസുമോദ് ഞങ്ങളുടെ പ്രതിനിധി വിശദാംശങ്ങളുമായി. സുമോദ്, ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണോ? കെട്ടിടത്തിനകത്ത് ആരുമില്ല എന്ന് പൂർണ്ണമായും ഉറപ്പിക്കാൻ ഈ 18 മണിക്കൂർ കഴിഞ്ഞിട്ടും രക്ഷാപ്രവർത്തകർക്ക് ദൗത്യസംഘത്തിന് കഴിഞ്ഞിട്ടില്ലേ? ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ഒരു പരിശീലനത്തിനുള്ള കോച്ചിങ് സെൻ്ററാണ് ഈ പരിസരത്ത് മുഴുവൻ നടക്കുന്നത്. ആ കോച്ചിങ് സെൻ്ററിൽ പഠിക്കുന്നവരും അതിനുശേഷം പരിശീലനം നൽകിയവരുമായ പരിശീലനം ലഭിക്കാൻ വേണ്ടിയാണ് വിദ്യാർത്ഥികൾ ഇവിടെ എത്തിയിരുന്നത്. അവരുടെ ഈ സ്ഥാപനത്തിൻ്റെ ഒപ്പം തന്നെ ഒരു നിലയിൽ മെസ്സായിരുന്നു. ആ മെസ്സിലേക്കുള്ള ഒരു പ്രവേശന കവാടം അടക്കം ഇടിഞ്ഞ് താഴേക്ക് വീഴുകയായിരുന്നു. മറ്റു വഴികളോ, അതായത് രക്ഷപ്പെട്ട് പുറത്തേക്ക് പോകാൻ മറ്റു വഴികളൊന്നും ഇവർ ഇല്ലായിരുന്നു. മാത്രമല്ല, ഈ ഫയർഫോഴ്സ് എത്തിയപ്പോൾ തന്നെ ഫയർഫോഴ്സ് വാഹനത്തിന് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പോലും ആദ്യം വളരെയധികം ബുദ്ധിമുട്ടാണ് നേരിട്ടത്. ഇവിടെ 5 നില കെട്ടിടമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇതിൽ 3 നില കെട്ടിടത്തിന് മാത്രമാണ് ഇപ്പോൾ അനുമതി ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് സ്നിഫേഴ്സ് ഡോഗ് അടക്കമുള്ളവരെ അടക്കം കൊണ്ടുവന്നാണ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരീര ഊഷ്മാവ് അളക്കുന്ന മെഷീനും ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അതായത് കെട്ടിടത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ ഇനി അവരെ കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് ഇത് കട്ട് ചെയ്ത്, കോൺക്രീറ്റ് പാളികൾ കട്ട് ചെയ്ത് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ക്രെയിനുകൾ അടക്കം ഉപയോഗിച്ചാണ് ഈ കോൺക്രീറ്റ് ബീമുകൾ, തകർന്നു വീണ കോൺക്രീറ്റ് ബീമുകൾ അടക്കം ഉയർത്തിക്കൊണ്ടുപോകുന്നത്. ഇവിടെ നേരത്തെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഈ നിരവധി വാഹനങ്ങളും തകർന്നിരുന്നു. കെട്ടിടത്തിൽ തകർന്നു വീണു. ഇപ്പോൾ കെട്ടിടത്തിൽ തകർന്ന AC അടക്കം എടുത്ത് മാറ്റുന്ന ഒരു കാഴ്ചയാണ് ഈ മെഹ്റോളിയിൽ നിന്നും കാണുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ തീരെ ഒരു ശ്രദ്ധയില്ലാതെ ഈ ഇത്തരത്തിലുള്ള ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തിയതും നിർമ്മാണ പ്രവർത്തനത്തിൽ തന്നെ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു പ്രാഥമിക നിഗമനം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി രേഖാ ഗുപ്ത സ്ഥലം സന്ദർശിച്ചതിന് ശേഷം കുറ്റവാളികളിൽ ഒരാളെ പോലും വെറുതെ വിടില്ല എന്നുള്ളൊരു കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന്, ഹരിയാന, രാജസ്ഥാൻ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ഡൽഹിയിലെത്തി ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പലരും വിദേശത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുണ്ടായിരുന്നു. ചിലർ PGക്ക് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പുണ്ടായിരുന്നു. മെഡിക്കൽ MDക്ക് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പുകളുണ്ടായിരുന്നു. അങ്ങനെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന് താമസിച്ച് പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയ കൂടിയാണിത്. അവിടെയാണ് ഇത്രയും വലിയ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. അപകടമുണ്ടായിട്ടും ഇത്രയും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അവരെ പരിക്കേറ്റവരെ പലരെയും പുറത്ത് എടുക്കാൻ കഴിയാത്തതിൽ അവർ ബന്ധുക്കൾ വളരെയധികം നിരാശരാണ്. അവർ രോഷാകുലരാണ്. ചില സ്ത്രീകൾ അടക്കമുള്ളവർ ഇവിടെ വന്ന് രോഷം പ്രകടിപ്പിക്കുന്നത് നമ്മൾ കണ്ടതാണ്. വലിയ സ്വപ്നങ്ങളുമായി ഡൽഹിയിലെത്തി പഠനം മുന്നോട്ട് കൊണ്ടുപോയിരുന്ന മെഡിക്കൽ വിദ്യാർത്ഥികളാണ് ഈ ദുരന്തത്തിൽപ്പെട്ടത്. മരിച്ചവരിൽ കൂടുതലും മെഡിക്കൽ വിദ്യാർത്ഥികളാണ്. ഒപ്പം